ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിങ്ങാലക്കുട രൂപതയിലെ ഞായറാഴ്ച സൺഡേ കാറ്റിസം അർദ്ധവാർഷിക പരീക്ഷ ക്ലാസ് 9 ഒക്ടോബർ 6 തീയതിയാണ് എക്സാം നടന്നത്. സ്വർഗത്തിന്റെ പ്രതീകം മദ്ബഹ. ലിറ്റർജി എന്ന വാക്കുണ്ടായത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? ലൈത്തുകൂറിയ. സീറോ മലബാർ സഭാദിനം എന്ന് ജൂലൈ 3. പരിശുദ്ധ ത്രിത്വവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ത്? വിശുദ്ധ കുർബാന. 2024 മെയ് 19 ഇരിങ്ങാലക്കുട രൂപതയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുകയുണ്ടായി. ഈ ദിനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പെന്തക്കുസ്ത ദിനം. അദൃശ്യമായ സ്വർഗീയ യഥാർത്ഥത്തെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന അടയാളം ഏത്? കൂദാശ. ഹൃദയത്തിൽ അനൈക്യവുമായി ബലിയർപ്പിക്കുന്ന അണയുന്നവന്റെ ബലിപ്പിടത്തിൽ നിന്നും മിശിഹ പിന്തിരിയുന്നു. ആരുടെ വാക്കുകളാണ്? വിശുദ്ധ സിപ്രിയാൻ. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെടുന്നതിൻ്റെ അടയാളം ഊറാറ. മിശിഹ പിതാവുമായി അനുരഞ്ജിതരായ സഭാ സമൂഹത്തിന്റെ പരസ്യമായ വിശ്വാസ പ്രഘോഷണം ദൈവാരാധന. വിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗം അനാഫറ. കുരിശ് എന്തിൻ്റെ പ്രതീകമാണ്? സ്ലീവ എന്ന്. ഇത് ചാപ്റ്റർ 3 പേജ് നമ്പർ 26 ഉത്തരം. ക്രൈസ്തവ ആരാധന എന്നാൽ എന്ത്? ചാപ്റ്റർ 1 പേജ് നമ്പർ 13 14. ഉത്താന ഗീതം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്ത്? ചാപ്റ്റർ 5 പേജ് നമ്പർ 41. കൗമാരക്കാരുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മാനസിക ആവശ്യങ്ങൾ എന്തെല്ലാം? ഉപപാഠപുസ്തകത്തിലാണ്, പേജ് നമ്പർ 4. വിശുദ്ധ കുർബാന എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ രക്ഷാകരമാക്കുന്നത്? ചാപ്റ്റർ 7 പേജ് നമ്പർ 61. മനസ്താപ്രകാരം എഴുതുക. വചനം ജീവിതം സ്പർശിയാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവ? ചാപ്റ്റർ 8 പേജ് നമ്പർ 68. ദിവ്യരഹസ്യ ഗീത സമയത്തെ കർമാനുഷ്ഠാനങ്ങളുടെ പ്രതീകാത്മകമായ അർത്ഥമെന്ത്? ചാപ്റ്റർ 6 പേജ് നമ്പർ 48 49. കൗമാര കാലഘട്ടത്തിൽ നാം പക്വത പ്രാപിക്കേണ്ട മേഖലകളെക്കുറിച്ച് എഴുതുക. ഉപപാഠപുസ്തകത്തിലെയാണ്. വിശുദ്ധ കുർബാന പരമോന്നതമായ ആരാധനയാണെന്ന് പറയാൻ കാരണമെന്ത്? ചാപ്റ്റർ 4 പേജ് നമ്പർ 31. താങ്ക് യു.